നിലവിൽ രാജ്യത്ത് പെട്രോളിനൊക്കെ വില കൂടിയിട്ടുണ്ട്. പെട്രോൾ, ഡീസൽ എന്നീ സാധനങ്ങൾക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. എന്തായാലും 3 രൂപയാണ് കൂടിയിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരെയാണെന്നുള്ളത് നമുക്കൊരു സംശയമില്ല. അത് പറയാൻ പറ്റും. അത് എത്രയാണ് കൂടിയത്, ഇപ്പോഴത്തെ നിലവിലത്തെ റേറ്റ് എത്രയാണെന്ന് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ നിലവിലെ റേറ്റ് എത്രയായിരുന്നു ചേട്ടാ? 105 പെട്രോളിന് 105 രൂപ 94 പൈസയായിരുന്നു. ഇപ്പോൾ അത് കൂടി, ഇപ്പോൾ 109 രൂപ 21 പൈസയായി. 3 രൂപ 26 പൈസ കൂടി. ഡീസലിന് 3 രൂപ 16 പൈസ കൂടിയിട്ടുണ്ട്. അത് എല്ലാ പമ്പുകളിലും ഉണ്ടായിരിക്കും പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അങ്ങനെ നമുക്ക് കിട്ടിയത് ഇവരങ്ങനെയാണ്. ഇവിടെ സാധാരണക്കാർക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇത് കൂടുമ്പോൾ അനുസരിച്ച് തന്നെ വേറെ സാധനത്തിന് വില കൂടുമല്ലോ. ഡീസലിന് കൂടി എല്ലാത്തിനും കൂടും. എന്തായാലും ഈ രീതിയിലാണ് ചേട്ടൻ പറഞ്ഞതുപോലെ ഈ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ പൈസ കൂടിയിട്ടുള്ളത്. എന്തായാലും വലിയൊരു ചെറിയ രീതിയിൽ കൂടുന്നതൊക്കെ അത് സാധാരണക്കാർക്ക് അതൊരു വലിയൊരു അടി തന്നെയാണ്. അവർക്ക് അത് നിരന്തരമായിട്ട് വണ്ടികൾ യൂസ് ചെയ്യുന്നവരുണ്ട്, അവർക്കൊക്കെ ഇത് വലിയൊരു അടി തന്നെയാണ്. അതുപോലെ മാത്രമല്ല ബസ്സുകളിലൊക്കെ പോകുന്നവർക്കും അത് ബസ്സിൻ്റെ ചാർജ് കൂട്ടാനൊക്കെ ഇത് സാധ്യതയുണ്ട്. നിരന്തരമായിട്ട് വണ്ടി ഉപയോഗിക്കുന്നവർക്ക് ഭയങ്കര അടിയല്ലേ? ഭയങ്കരമായിട്ടുള്ള അടിയാണ്. നിങ്ങളൊക്കെ വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നല്ലേ. അതിപ്പോൾ ഭയങ്കരമായിട്ട് എന്താ വളരെ നമുക്ക് ഭയങ്കരമായിട്ട് വളരെ മോശമായിട്ടാണ് ബാധിക്കുന്നത്. കാര്യം നമ്മൾ ഡെയിലി പെട്രോൾ അടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കാറും ബൈക്കൊക്കെ അടിക്കും, നമുക്ക് വലിയൊരു നഷ്ടത്തിലാണ് പോകുന്നത്. പ്രശ്നം തന്നെയാണ്. വമ്പിച്ച പ്രതിഷേധമുള്ളത്. പ്രതിഷേധമുണ്ട്. അല്ലെ പിന്നെ നമ്മൾ പണിയില്ലാത്ത സമയമാണ്. അതുകൊണ്ട് ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് സംഗതി. പെട്രോളിന് ഡീസലിന് കൂടിയ അനുസരിച്ച് അതുപോലെ തന്നെ വേറെ എല്ലാ സാധനവും നിത്യോപയോഗ സാധനത്തിന് നമ്മളെ ഹോട്ടൽ ഭക്ഷണത്തിന് വരെ എല്ലാ സാധനത്തിനും വില കൂടും. എല്ലാ സാധനത്തിനും വില കൂടിയിട്ടുണ്ട് ഭക്ഷണത്തിന്. അതുകൊണ്ട് എല്ലാം സാധാരണക്കാരെയാണ്. മഹാദ്രോഹം, വെറും ദോഹമല്ല. ഇതിന് മുന്നേ ക്രൂഡ് ഓയിലിന് വില കൂടിയപ്പോൾ മൻമോഹൻ സിംഗിന്റെ സമയത്തൊക്കെ സംഭവിച്ചത് അന്നൊക്കെ പറഞ്ഞത് വില കുറക്കുന്നു. ഇപ്പം വില കുറഞ്ഞിട്ടുണ്ടാ? കുറയൊന്നും ചെയ്യില്ല. പിന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റൂല. ജനങ്ങൾ അനുഭവിക്കാതല്ലാണ്ട് ഇതിനൊന്നും വേറൊരു മാറ്റവും കാണുന്നില്ല. അത്രയും സംസാരിച്ചിട്ടും കാര്യമില്ല. ജനങ്ങൾ അനുഭവിച്ചോളാം. ഭരണങ്ങൾ മാറി വരും, തിരിഞ്ഞു വരും. സ്ഥിരമായിട്ട് കാർ തന്നെയാണ് യൂസ് ചെയ്യാറ്? സ്ഥിരമായിട്ട് കാർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം പെട്രോളിന് കൂടിയത് കൊണ്ട് തന്നെ ബാക്കി എല്ലാ സാധനങ്ങൾക്കും കൂടാൻ സാധ്യതയുണ്ട്. ഉണ്ടല്ലോ, ബസ്സുകളൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. എല്ലാം കൂടാൻ സാധ്യതയുണ്ടല്ലോ. ബുദ്ധിമുട്ടല്ലേ? പറയാറുണ്ടോ? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തായാലും ജനങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണ്. വില കൂടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞങ്ങളെയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. നിരന്തരമായിട്ട് വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നവരാണ്, വണ്ടി ഉപയോഗിക്കാതെ പുറത്തു പോകാൻ കഴിയാത്തവരുണ്ട്. അവരെയൊക്കെ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നുണ്ട്. അതിനു വേണ്ടൊരു ഏത് രീതിയിലെങ്കിലും നമ്മളെ സംസ്ഥാന സർക്കാർ ഇടപെടാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ ഇടപെട്ട് അതിനുള്ളൊരു പരിഹാരം കണ്ടെത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നിരന്തരമായിട്ടുള്ളൊരു വിലകയറ്റം ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കും. അത് ജനങ്ങൾക്ക് ദ്രോഹമാണ് ചെയ്തതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജന്റ്.